അടുത്തതായി RNA വേൾഡ്. എന്താണ് RNA വേൾഡ്? ആദ്യമുണ്ടായത് DNA ആണോ RNA ആണോ? അതാണ് RNA വേൾഡിൽ പറയുന്നത്. സോ RNA തന്നെയായിരുന്നു ആദ്യം ഉണ്ടായത്. RNA ആയിരുന്നു ആദ്യത്തെ ജനറ്റിക് മെറ്റീരിയൽ. ആദ്യമുണ്ടായ ഓർഗാനിസത്തിലും അല്ലെങ്കിൽ ലൈഫ് ഫോമുകളിലൊക്കെ ആദ്യം കാണപ്പെട്ടത് RNA തന്നെയാണ്. സോ RNA വാസ് എ ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ. സോ DNAക്ക് മുമ്പ് തന്നെ RNA ആയിരുന്നു ആദ്യത്തെ ജനറ്റിക് മെറ്റീരിയൽ. സോ ആദ്യമുണ്ടായ ലൈഫ് ഫോംസിലൊക്കെ അവരുടെ ജനറ്റിക് മെറ്റീരിയൽ എന്തായിരുന്നു? RNA ആയിരുന്നു. സോ എസെൻഷ്യൽ ലൈഫ് പ്രോസസ്സുകൾ, സോ ഇപ്പോൾ ഉള്ളതായാലും അന്നുള്ളതായാലും മെജോറിറ്റി ഓഫ് ലൈഫ് പ്രോസസ്സുകൾ എസെൻഷ്യലൊക്കെ, ഫോർ എക്സാമ്പിൾ മെറ്റബോളിസം, ട്രാൻസ്ലേഷൻ, സ്പ്ലൈസിങ്. സോ പ്രോട്ടീൻ സിന്തസിസ്, അതിൻ്റെ മോഡിഫിക്കേഷനായി സ്പ്ലൈസിങ്, മെറ്റബോളിസം, എല്ലാ എസെൻഷ്യൽ പ്രോസസ്സുകളും ഇവോൾവ് ചെയ്തിരിക്കുന്നത് RNAയിലാണ്. സോ RNA കൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ മെറ്റബോളിസം, ട്രാൻസ്ലേഷൻ, സ്പ്ലൈസിങ് എല്ലാം നടക്കുന്നത്, എല്ലാ എസെൻഷ്യൽ ലൈഫ് പ്രോസസ്സുകളും. സോ RNA ആക്ട് ആസ് ജനറ്റിക് മെറ്റീരിയൽ പ്ലസ് ഇറ്റ് ആക്ട് ആസ് എ കാറ്റലിസ്റ്റ്. സോ RNA ഒരു ജനറ്റിക് മെറ്റീരിയലായിട്ടും അതുപോലെ തന്നെ എൻസൈമാറ്റിക് ആക്ടിവിറ്റിയുള്ള കാറ്റലിസ്റ്റായിട്ടും RNA ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, RNAക്ക് ഒരുപാട് ഡൈനാമിക് റോളുകളുണ്ട് അല്ലെങ്കിൽ ഡൈനാമിക് ഫങ്ഷനുകളുണ്ട്. ഫോർ എക്സാമ്പിൾ RNA ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞു, കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്ന എക്സാമ്പിളാണ് RNA കാറ്റലിസ്റ്റ്. RNA കാറ്റലിസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, റൈബോസൈം എന്ന് പറഞ്ഞിട്ട്. സോ RNA കാറ്റലിസ്റ്റ്. RNA കാറ്റലിസ്റ്റാണ് ഒരുപാട് ബയോകെമിക്കൽ റിയാക്ഷനുകളിലൊക്കെ ഈ RNA കാറ്റലിസ്റ്റ് തന്നെ വേണം, ഒരു പ്രോട്ടീൻ എൻസൈം പറ്റില്ല. സോ ഒരുപാട് ബയോകെമിക്കൽ റിയാക്ഷനിൽ RNA തന്നെയാണ് RNA കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യണത്. അവിടെ ഒരു നോർമൽ പ്രോട്ടീൻ എൻസൈം പറ്റില്ല. പ്രോട്ടീൻ എൻസൈമിനെ കൊണ്ട് പറ്റാത്ത ആ കാറ്റലിറ്റിക് ആക്ടിവിറ്റി മുഴുവൻ നടത്തുന്നത് RNA ആണ്. സോ അന്നുണ്ടായ ലൈഫ് ഫോമുകളിൽ RNA ആയിരുന്നു ജനറ്റിക് മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ RNA ആണ്. ഇപ്പോൾ DNA ചെയ്യുന്ന എല്ലാ ഡ്യൂട്ടികളും എല്ലാം കൈകാര്യം ചെയ്തിരുന്നത് RNA തന്നെയാണ്. അതാണ് നമ്മൾ പറയുന്ന RNA വേൾഡ്. സോ DNA ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത് RNAയിൽ നിന്നാണ്. RNAയുടെ സ്ട്രക്ചറിൽ നിന്ന് തന്നെയാണ് DNA ഇവോൾവ് ചെയ്ത്, ഇവല്യൂഷൻ വഴി RNAയിൽ നിന്ന് തന്നെയാണ് DNA ഉണ്ടായിരിക്കുന്നത്. വിത്ത് കെമിക്കൽ മോഡിഫിക്കേഷൻ, RNAയിൽ കുറച്ച് കെമിക്കൽ മോഡിഫിക്കേഷൻ നമുക്കറിയാം. അതിലെ പെൻഡോസ് ഷുഗറിൽ RNAയിൽ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ OH ഉണ്ടായിരുന്നു, അതിൽ ഓക്സിജൻ ആറ്റം റിമൂവ് ചെയ്ത് ഡിയോക്സി റൈബോസ് ഷുഗറായി DNA തരും. സോ അതുകൊണ്ട് തന്നെ അത് സ്റ്റേബിളായി, സ്ട്രക്ചറലി സ്റ്റേബിളായി, ലെസ് റിയാക്റ്റീവായി. അതുപോലെ തന്നെ DNAയിൽ യുറാസിലിന് പകരം തൈമീനാണ് വന്നത്. സോ DNA ഇവോൾവ് ചെയ്ത് വന്നത് RNAയിൽ നിന്ന് തന്നെയാണ് DNA ഉണ്ടായത്, വിത്ത് സം കെമിക്കൽ മോഡിഫിക്കേഷൻ. അതുകൊണ്ട് തന്നെ അത് DNA എന്തായി, RNAക്കാളും മോറ് സ്റ്റേബിളായി മാറി. സോ DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, അതുപോലെ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് ഉണ്ട്. DNAക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ട്, അതുപോലെ ആ ഡബിൾ സ്റ്റാൻഡും കോംപ്ലിമെൻ്ററി ബേസ് പെയറിങ് കാണിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ DNAയുടെ പ്രത്യേകത, ഇറ്റ് ക്യാൻ റെസിസ്റ്റ് സോ മെനി ചേഞ്ചസ്. DNAക്ക് ഒരുപാട് ചേഞ്ചസുകളെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുണ്ട്. ഡബിൾ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ടും അതിന് ആ കോംപ്ലിമെൻറ്റാരിറ്റി ബേസ് പെയറിങ് ഉള്ളതുകൊണ്ടും ഒരുപാട് ചേഞ്ചസുകളെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ബൈ എ പ്രോസസ് കോൾ DNA റിപ്പയർ. സോ DNA റിപ്പയർ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഇവല്യൂഷൻ വഴി ആ DNAയിൽ വന്ന് എന്തെങ്കിലും ഒരു എറർ വരികയാണെങ്കിൽ അതിനെ DNA റിപ്പയർ വഴി അത് ആ പ്രോസസ്സുകൾ, എററുകളൊക്കെ എറർ ഫ്രീ ആക്കി മാറ്റാൻ പറ്റും. കാരണം അത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, വൺ ബേസ് പെയർ കോംപ്ലിമെൻ്ററി ടു വൺ അനദർ ആയതുകൊണ്ട്, ഇത് രണ്ടുള്ളത് കൊണ്ട് DNA റിപ്പയർ മെക്കാനിസത്തിലോടുകൂടി എററിനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ DNA ഇവോൾവ് ചെയ്ത് വന്നത് RNAയിൽ നിന്ന് തന്നെയാണ്. കുറച്ച് മോഡിഫിക്കേഷൻസോടുകൂടി അങ്ങനെ RNAയേക്കാളും സ്റ്റേബിളായി DNA മാറി. അപ്പോൾ നമ്മൾ പറഞ്ഞു RNA പ്രോട്ടീൻ സിന്തസിന് വേണ്ടിയുള്ള എല്ലാം, അല്ലെങ്കിൽ നമ്മുടെ എസെൻഷ്യൽ മെറ്റബോളിസത്തിനുള്ള ലൈഫ് പ്രോസസ്സിൽ എല്ലാ മെറ്റബോളിസവും അല്ലെങ്കിൽ എല്ലാ ട്രാൻസ്ലേഷൻ, സ്പ്ലൈസിങ് മെക്കാനിസത്തിലും RNAയുടെ ആവശ്യമുണ്ട്. സോ ഏതൊക്കെ ടൈപ്പ് ഓഫ് RNAകളാണ് ഉള്ളത്? നമ്മുടെ പ്രോട്ടീൻ സിന്തസിനെ സഹായിക്കുന്ന ഏതൊക്കെ? നമ്മൾ പറഞ്ഞ ജനറ്റിക് ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് RNAയും ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നത് DNA ആണെന്ന് പറഞ്ഞു. സോ എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് RNA ഉള്ളത്? ആദ്യത്തെ mRNA അഥവാ മെസ്സഞ്ചർ RNA. സോ DNAയിലുള്ള ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ കോഡ് ചെയ്ത്
മെസ്സേജ് ഫോമിലാക്കി മാറ്റുന്നത് മെസ്സഞ്ചർ ആർ എൻ എ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ 5 to 10% ടോട്ടൽ ആർ എൻ എയിൽ മെസ്സഞ്ചർ ആർ എൻ എ ആണുള്ളത്. ഇതിനെ മെസ്സഞ്ചർ ആർ എൻ എ എന്ന് പറയും. ഈ മെസ്സഞ്ചർ ആർ എൻ എയുടെ ഡ്യൂട്ടി ഡി എൻ എൽ ഇൻഫർമേഷൻ കോഡഡ് ഇൻഫർമേഷൻ പ്രോട്ടീൻ സിന്തസിന് വേണ്ടി ആക്കി മാറ്റുക. ഡി എൻ എൽ ഇൻഫർമേഷൻ കോഡഡ് ഫോമിലാക്കി പ്രോട്ടീൻ സിന്തസിന് വേണ്ടി മാറ്റുക എന്നുള്ളതാണ് മെസ്സഞ്ചർ ആർ എൻ എയുടെ ഡ്യൂട്ടി. അടുത്തത് ടി ആർ എൻ എ അല്ലെങ്കിൽ സോൾയുബിൾ ആർ എൻ എ. ടി ആർ എൻ എ എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് ആണ്. ആർ എൻ എയിൽ ഏറ്റവും ചെറുത് ട്രാൻസ്ഫർ ആർ എൻ എ അല്ലെങ്കിൽ നമ്മുടെ ടി ആർ എൻ എ ആണ്. അതിൻ്റെ സ്പെഷ്യൽ സ്ട്രക്ചറാണ് ക്ലവർ ലീഫ് ലൈക്ക് സ്ട്രക്ചർ എന്നാണ് ടി ആർ എൻ എയുടെ സ്ട്രക്ചർ. ടി ആർ എൻ എ ആണ് ഒരു അഡാപ്റ്റർ മോളിക്യൂളായിട്ട് ആക്ട് ചെയ്യണത്. ട്രാൻസ്ഫർ ആർ എൻ എ ആണ്. അതുപോലെ ട്രാൻസ്ഫർ ആർ എൻ എ ആണ് ഈ ജനറ്റിക് കോഡിനെ റീഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതും ട്രാൻസ്ഫർ ആർ എൻ എ. ട്രാൻസ്ഫർ ആർ എൻ എ ആണ് നമ്മുടെ സൈറ്റോപ്ലാസത്തിലുള്ള അമിനോ ആസിഡ് പൂളിൽ ഓരോ അമിനോ ആസിഡിനെയും കൊണ്ടുവന്ന് ട്രാൻസ്ഫർ ആർ എൻ എനെ അഡാപ്റ്റർ റോൾ കൈകാര്യം ചെയ്ത് പ്രോട്ടീൻ സിന്തസിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ആർ എൻ എ റൈബോസോമൽ ആർ എൻ എ. റൈബോസോമൽ ആർ എൻ എ എന്ന് പറഞ്ഞാൽ റൈബോസോമിൽ കാണപ്പെടുന്നതാണ്. 75 to 80% റൈബോസോമൽ ആർ എൻ എ ആണ്. നമ്മുടെ പ്രോട്ടീൻ സിന്തസിന് സഹായിക്കുന്നത് ആരാണ്? റൈബോസോമൽ ആർ എൻ എ ആണ്. ഇതിന് ഒരു കാറ്റലിറ്റിക് അഥവാ എൻസൈമാറ്റിക് റോളും കൂടിയുണ്ട് നമ്മുടെ റൈബോസോമൽ ആർ എൻ എ. സോ ഈ 3 എം ആർ എൻ എ, ടി ആർ എൻ എ, ആർ എൻ എ, ഈ 3 ആർ എൻ എയുടെ സഹായത്തോടു കൂടിയാണ് പ്രോട്ടീൻ സിന്തസൈസ് സാധ്യമാകുന്നത്. സോ ഡി എൻ എയിലുള്ള ആ ജനറ്റിക് ഇൻഫർമേഷൻ പ്രോട്ടീൻ സിന്തസൈസ് ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ ആ ജനറ്റിക് ഇൻഫർമേഷൻ എക്സ്പ്രസ്ഡ് ആവാനായിട്ട് സഹായിക്കുന്നത് ഈ പറഞ്ഞ 3 ആർ എൻ എകളാണ്. എം ആർ എൻ എ, ടി ആർ എൻ എ ആൻഡ് ആർ എൻ എ. ഇതാണ് ആർ എൻ എ വേൾഡ്.